അതെ അതെ പിന്നെ എന്താടി ഉറങ്ങു വന്നോ? ആ എന്ത് വേണം? എന്നാ ഉറങ്ങിക്കോ. നിനക്ക് എന്തിന്റെ കേടാടി? കുറേ നേരം ഒന്ന് മയങ്ങാനും സമ്മതിക്കത്തില്ല. അതൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴത്തേനും ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? അതിപ്പോ തന്നെ ചോദിക്കണം. എന്താണെന്ന് ചോദിച്ചിട്ട് പോ. അതെ, നമ്മൾ ഇന്ന് തന്നെ പോന്നോ അതോ നാളെ പോന്നോളൂ? നീ വേണമെങ്കിൽ നോക്കൂ, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ പോകുമ്പോ ഞാനും കൂടെ വരാം. നീ എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോഴത്തേ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ ചിലപ്പോഴേ ഹരിപ്പാട്ട് ചോനകത്തറയിലോട്ട് അങ്ങ് പോകും. അമ്മ ഹരിപ്പാട് പോവാണോ? എന്തുപറ്റി? എനിക്കും കുറച്ച് സ്വസ്ഥതയൊക്കെ വേണം. അവിടെ ചെന്ന് നിന്നാലേ ചേച്ചിയും മക്കളും എന്നെ പൊന്നു പോലെ നോക്കിക്കോളും. പടവലത്തെ പോലെ സദാസമയം പറമ്പിൽ കിടന്ന് ഇങ്ങനെ നിരങ്ങണ്ട. പറമ്പിൽ കിടന്ന് നിരങ്ങേ? ഇപ്പൊ അങ്ങനെയാ മോളെ. നമ്മളൊക്കെ പാടത്തും പറമ്പിലും ഒക്കെ നിന്നും നടന്നു നോക്കിയല്ലേ പണിയെടുക്കുന്നേ. എവളിപ്പോ നിരക്കവാ. നിങ്ങൾക്കില്ലാത്തൊരു സ്വഭാവമായിരുന്നല്ലോ പരിഹാസം പറച്ചില്. മരുമോനെ പോലെ നിങ്ങളും തുടങ്ങിയോ? മരുമോനെ പോലെ തുടങ്ങിയാന്നോ? കൊള്ളാലോ ചോദ്യം. വെറുതെ അല്ലട്ടോ നിങ്ങൾ അച്ഛൻ പറയണത്. ആര് സംസാരിക്കട്ടെ, അവിടെ ബാലുവിന്റെ പേര് വരച്ചെഴുക്കും. അമ്മൂമ്മ അങ്ങനെ പറയണ്ട കേട്ടോ. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അച്ഛനെ കളിയാക്കാറുണ്ടല്ലോ അമ്മൂമ്മ. പാവന്റെ അച്ഛൻ. അയ്യോ പാവം നിന്റെ അച്ഛൻ. ഒന്നും തിരിച്ചു പറയത്തില്ലല്ലോ. നിന്റെ നാക്ക് ശരിയല്ലാത്തതുകൊണ്ടാ അവൻ തിരിച്ചോരെന്ന് പറയുന്നത്. ഓ, എന്ന് തുടങ്ങി മരുമോൻ സ്നേഹം? എടി, അത് ആദ്യം തുടങ്ങിയ നീയല്ലേ. പണ്ടവനെ 2 ദിവസം വീട്ടിലോട്ട് കണ്ടില്ലെങ്കിൽ അവന്റെ വല്യച്ഛൻ്റെ വീട്ടിൽ ആളെ വീട്ടിൽ വിളിപ്പിക്കുന്ന ആരാ? നീയല്ലേ. അത് ശരിയാ. ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കിയ ഉടനെ ബാലുവിനെ വിളിപ്പിക്കൂലായിരുന്നാ? ഞാൻ ഇഡ്ഡലിയും സാമ്പാറും കൊടുക്കാനാ വിളിച്ചിട്ടുള്ളത്. അത് ചിലരുടെ മനസ്സും കൊടുക്കുമെന്ന് ഞാൻ അറിഞ്ഞു. എന്തോന്നാടി പറയുന്നൊക്കെ? ഒരു കാര്യം ചെയ്യ്, നീ 2 ദിവസം ഇവിടെ ഇല്ലേ, ഞാനങ്ങ് പോവാം. ആ മോളെ നല്ലത്. ഞാനിപ്പോ നിങ്ങളുടെ പരിസരത്ത് വരുന്നത് പോലെ നിങ്ങൾക്ക് പിടിക്കുന്നില്ലല്ലോ. സത്യം. അച്ഛാ എന്തോന്ന് അച്ഛാ? ഒരു നേരം ഇവക്ക് എന്നെ കണ്ട് അരക്കാതിരിക്കാൻ വയ്യ മോളെ. ഇവക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് വല്ലതും പറഞ്ഞാൽ പോരായോ? അത്യാവശ്യം ഉണ്ടെങ്കിൽ. അച്ഛാ, അത് വേറെ ഒന്നുമല്ല. വേറെ ആരും ഇല്ലല്ലോ അമ്മയ്ക്ക് അവിടെ സംസാരിക്കാൻ, അച്ഛനല്ലാണ്ട്. പിന്നെ അച്ഛനോട് സംസാരിക്കേണ്ട വേറെ ആരോട് സംസാരിക്കാനാ? ഇപ്പൊ പറമ്പിൽ ഒറ്റയ്ക്ക് നാളെ സംസാരിക്കാനൊക്കെ തുടങ്ങി. ഈ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോഴല്ലോ നമ്മുടെ ചൂണ്ടപ്പനയുടെ ചോട്ട് നിന്നോട്ട് ഒറ്റയ്ക്ക് ചിരിക്കുന്നു. അത് ഞാനേ വേറൊരു കാര്യം, പഴയ ഒരു കാര്യം ഓർത്ത് ചിരിച്ചതാ. ഓ, ഇത് എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. എന്തോടി ചിരിക്കുന്നേ? അല്ല ചിരി. ഞാനേ അകത്തെങ്ങാനും പോയി കിടക്കാം. ഇത് ഒരു കാര്യം പറഞ്ഞേക്കാം, അങ്ങോട്ടേക്കും വന്നേക്കരുത്. എന്നാലും സ്വഭാവം പറയും. ഒന്ന് 2 കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. ഉടനെ അങ്ങ് പോയി. ഇതിപ്പോ അപ്പൂപ്പനെ കുറ്റം പറയാൻ പറ്റില്ല. വെച്ചു തരാം കേട്ടാ. എന്തോടി ചിരിക്കുന്നേ? കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. വഴക്കൊന്നും വേണ്ട സാറേ, വേണ്ട. ഈ വർഷം കപ്പകൃഷി നടത്തുക. അടുത്ത വർഷമേ ഉള്ളൂ വാഴക്കൃഷി. വേണ്ട. സാറിന് സുഖമാണോ? അത് പോട്ടെ. സാറിൻ്റെ വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ടോ? എന്തുവാ സാറേ, സാറ് വലിയ കൃഷി ഓഫീസറൊക്കെ ആയിട്ട് കർഷകർക്കൊക്കെ വലിയ ഉപദേശമൊക്കെ കൊടുക്കുന്ന സാറല്ലയോ? എന്നിട്ട് സാറിൻ്റെ വീട്ടിൽ കൃഷിയൊന്നും ഇല്ലയോ? 10 വാഴയെങ്കിലും മേടിച്ച് വെക്ക് സാറേ. സ്ഥലമില്ലെന്നോ? ശരി. എന്തുപറ്റി? ഫോൺ വന്ന് ഞാൻ എടുത്തു. ആരുടെ ഫോൺ? ഫോൺ അവിടെ കിടന്ന് റിങ് ചെയ്തു. അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ ഞാൻ എടുത്തു, അത്രേ ഉള്ളൂ. ആരാണെന്ന് വിളിച്ചത്? കൃഷി ഓഫീസിൽ നിന്ന് ആരാണ്ടാ, നല്ല മനുഷ്യനാട്ടോ. സാറേ, സാറ് വിളിച്ചിരുന്നല്ലേ? ഫോൺ എടുത്തത് എൻ്റെ ഭാര്യ. വാഴക്കൊന്ന് വേണം സാറേ. 200 എണ്ണം. 200. അതോ അതാ കപ്പ നടുന്ന സ്ഥലത്തിന് ചുറ്റും വയ്ക്കാനാ സാറേ. ഓ, അത് ഈ വാഴ വയ്ക്കുന്ന കാര്യം ഞാൻ അവളോട് പറഞ്ഞില്ലായിരുന്നു. അവളോ?
അവള് വലിയ തമാശക്കാരിയാ സാറേ. ആ ആ ഞാൻ ഓഫീസിലോട്ട് വരാം. ആ വരാം. ശരി സാറേ. നിനക്ക് എന്തിൻ്റെ കരാടി? വാഴ വേണ്ട നീ അങ്ങ് തീരുമാനിച്ചു. അതിന് വാഴ വെക്കുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങളല്ലേ പറഞ്ഞ തെക്കേ പറമ്പ് ഈ വർഷം കപ്പ നടുവാന്ന്? ആ ആന്ന് കപ്പ നടുന്നത് പോരാതെ ചുറ്റും വാഴയും കൂടെ വെക്കണം. അത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. എന്നോട് പറഞ്ഞോ നിങ്ങള്? നീ എന്തിനാ ഫോൺ എടുത്തത്? നിങ്ങൾ കിടന്ന് ഉറങ്ങുമായതുകൊണ്ട്. അത് നീ ഫോൺ എടുക്കണ്ടായിരുന്നല്ലോ. അയ്യോ, അത് കിടന്നങ്ങ് ബെല്ലടിച്ചോണ്ടിരിക്കുവായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തതാ. അത് വേറെ ആരുണ്ടൊക്കെയാ വിളിച്ചത്? നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? സാറിന് കൃഷിയില്ലേ? സാറിന് അങ്ങോട്ട് 2 വാഴ വെച്ചുകൂടെ? എന്തൊക്കെയാ നീ ചോദിച്ചത്? മാ അങ്ങനെയൊക്കെ ചോദിച്ചാ അമ്മ. അവസരം കിട്ടി അവൾ എന്തും ചോദിക്കും. അയാൾ നല്ല സഹകരണമുള്ളൊരു മനുഷ്യൻ മോളെ. ആണോ? എന്നാ കുറച്ചുകൂടെ സംസാരിക്കായിരുന്നു. ഞാൻ പോട്ടച്ച അങ്ങേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് തന്നെ അവർക്ക് മനസ്സിലായി കാണും. അമ്മൂമ്മ പഠിപ്പും വിവരമില്ലാത്തൊരു നാട്ടുപുറത്തുകാരിയാന്ന്. ആർക്കടി പഠിപ്പും വിരലാത്തത്? എന്റെ അമ്മയ്ക്കടി. അമ്മ ഞാനുണ്ടല്ലോ. അപ്പൂപ്പാ നോക്കിക്കോ, നീ ഫോൺ എടുത്താലുണ്ടല്ലോ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല. കൃഷി ഓഫീസിൽ നിന്ന് ആരാണ്ട് വിളിച്ചെന്ന് പോലും. വിളിച്ചതേ ഓഫീസിലെ സൂപ്രണ്ടാ. അയ്യോ, സൂപ്പറുണ്ടായിരുന്നോ? സംസാരം കേട്ടോ അങ്ങനെ തോന്നുകയല്ല കേട്ടോ. അവിടുന്ന് കിട്ടുന്ന സബ്സിഡി കൂടി നീ ഇല്ല ആക്ക് ഓടി. അതിന് അയാളാണോ സബ്സിഡി തരുന്നത്? സർക്കാരില്ലയോ? ഞാനിപ്പോ ഇച്ചിരി കുശലാന്വേഷണം പറഞ്ഞതാണോ വലിയ കുഴപ്പമായി പോയത്? കുശലാന്വേഷണം പറയാനേ നീ ഫോണിൽ സംസാരിച്ചിരിക്കുന്ന ചോനടത്തല്ല നിന്റെ ചേച്ചി നാരായണിയോടല്ല, കൃഷി ഓഫീസിലെ സൂപ്രണ്ടിനോടാ. പിന്നെ സൂപ്രണ്ടല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ. ആ ഫോണിയാ ഞാൻ വിളിച്ചു പറയാം. സൂപ്രണ്ടെ വിളിച്ച് ഞാൻ പറയാം, വാഴയും വെക്കണ്ട, കൃഷി ചെയ്യണ്ട.